പ്രിയമുള്ളവരെ, നമുക്കെല്ലാം ഏറ്റവും സന്തോഷകരവും അതിലേറെ അഭിമാനകരവുമായ ഒരു മുഹൂർത്തത്തിനാണ് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. വർത്തമാനകാലത്തെ വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒപ്പം രക്ഷിതാക്കളെയും ഒക്കെ സഹായിക്കാൻ സാധ്യമാകും വിധം നമ്മുടെ മേഖലയിലെ വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പുതിയ സംരംഭത്തിന് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, അറിവ് എക്കാലവും ഏറെ വിലയേറിയ ഒന്ന് തന്നെയായിരുന്നു. അധികാരം കയ്യെത്തിപ്പിടിക്കാനും നിലനിർത്താനും അറിവിനെ തന്നെയാണ് അധീശ ശക്തികൾ എക്കാലവും പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അറിവിനെ സ്വതന്ത്രമാക്കാനും ജനകീയമാക്കാനും അതുവഴി സാധാരണ ഓരോ പൗരൻ്റെയും അവൻ്റെ ജീവിതം ഏറെ സന്തോഷകരമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ജനാധിപത്യ ശക്തികൾ എക്കാലവും ശ്രമിച്ചു പോന്നിട്ടുണ്ട്. കേരളത്തിൽ വിവര സാങ്കേതിക വിദ്യയുടെ വലിയ സാധ്യതയാണ് ഇന്ന് പ്രയോജനപ്പെടുത്തുന്നത്. നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിൻ്റെ ഏതാണ്ട് എല്ലാ മേഖലകളിലും വിവര സാങ്കേതിക വിദ്യയുടെ പ്രയോജനം നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ഇതിൻ്റെ മികച്ച ഉദാഹരണം തന്നെയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ വിദ്യാലയങ്ങളുടെ മുഖച്ഛായ വലിയ തോതിൽ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹൈടെക് വൽക്കരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിന് ഏറെ മാതൃകയാവുന്ന രൂപത്തിലേക്ക്, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറെ മാതൃകയായ രീതിയിലേക്ക് ഹൈടെക് വിദ്യാലയങ്ങളുടെ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് സാധ്യമായിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ പരമ്പരാഗതമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ തോതിൽ തടസ്സം നിന്ന ഒരു കാലത്ത് ജൂൺ മാസം മുതൽ തന്നെ നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ കുട്ടികൾക്കെങ്കിലും അക്കാദമിക വിടവില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് നമ്മുടെ IT സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ വലിയ തോതിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായും ഈ ഒരു കാലത്തും അതോടൊപ്പം തന്നെ നമ്മുടെ ദൈനംദിനമായ വിദ്യാഭ്യാസ പ്രക്രിയ നടക്കുന്ന കാലത്തും ഏറെ സൃഷ്ടിപരമായും സർഗാത്മകമായും നമ്മുടെ ക്ലാസ് മുറികൾ മാറുന്നതിന് ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യത നമ്മെ വലിയ തോതിൽ സഹായിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറത്തെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ സഹായകമാവുന്ന രൂപത്തിലേക്ക് ആധുനിക മാധ്യമങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ അത്തരം പ്ലാറ്റ്ഫോമുകളുടെ ഒക്കെ സഹായം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ പുതിയ ഒരു പ്ലാറ്റ്ഫോമായ യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ ചാനൽ ഈട്ടൻ എന്ന പേരിലാണ് അതിന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. മലപ്പുറത്തെ അധ്യാപകർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയും വിധം നാം ഇന്ന് തുടക്കം കുറിക്കുന്ന ഈട്ടൻ്റെ ഔപചാരികമായ ലോഞ്ചിങ് കർമ്മം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനും ഒക്കെ ആയിട്ടുള്ള ശ്രീ വൈശാഖൻ മാഷാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ വൈശാഖൻ മാഷിനെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് KSTയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും സംസ്ഥാന IT സബ് കമ്മിറ്റിയുടെ കൺവീനറുമായിട്ടുള്ള ശ്രീ TK ഷാഫി മാഷാണ്. ഷാഫി മാഷെ വളരെ ആദരവോടെ ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഈ ചടങ്ങിൽ ഹ്രസ്വമായ
ഈ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായിട്ടുള്ള ഡോക്ടർ അനിൽ ചേലേമ്പ്രയാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ അനിൽ ചേലേമ്പ്രയെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ചടങ്ങ് കോവിഡ് പശ്ചാത്തലത്തിൽ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ FB ലൈവിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുകയാണ്. FB ലൈവായി സംപ്രേഷണം ചെയ്യുന്ന ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ അധ്യാപക സുഹൃത്തുക്കളെയും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒപ്പം ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്ന മലപ്പുറം ജില്ലയിലെ IT സബ് കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള ഷൈജി ടി മാത്യു ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും വളരെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ TK ഷാഫി മാഷോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ന് ലോകമാകെ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ്. ആളോഹരി വരുമാനത്തിൽ ലോകത്തിൽ വളരെ താഴെ കിടക്കുന്ന കേരളത്തിൽ വികസിത മുതലാളിത്ത രാജ്യങ്ങളെക്കാൾ ഉയർന്ന തരത്തിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നത് എങ്ങനെയെന്നുള്ളത് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണ വിഷയമാണ്. അതിലേറ്റവും വലിയ പങ്ക് വഹിച്ചത് സ്വാതന്ത്ര്യ കാലഘട്ടത്തിന് മുമ്പ് തന്നെ കേരളത്തിൽ ഉടലെടുത്ത പൊതുവിദ്യാഭ്യാസ രംഗമാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളും മികവുകളും പരസ്പരം അറിയിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അത്തരമൊരു ലക്ഷ്യത്തോടു കൂടിയാണ് E10 എന്ന ഓൺലൈൻ മാധ്യമം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും പൊതുവിദ്യാഭ്യാസ മേഖല ഏറ്റവും ശക്തമായി നിൽക്കുന്ന മലപ്പുറത്ത് നിന്ന് തന്നെയാണ് ഇതിന്റെ ആരംഭം എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. ഈ E10 ഓൺലൈൻ മാധ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഈ ചാനലിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കേരളത്തിന്റെ പ്രിയപ്പെട്ട കഥാകൃത്തും കേരള സാഹിത്യ അക്കാദമി ചെയർമാനുമായിട്ടുള്ള ശ്രീ വൈശാഖനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. അധ്യാപക സംഘടനയായ KSTAയുടെ മലപ്പുറത്തെ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിലാണ് E10 എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഈ ചാനൽ പല ഉദ്ദേശങ്ങളോടുകൂടിയാണ് തുടങ്ങുന്നത്. പ്രത്യേകിച്ചും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി. അധ്യാപകരുടെ സർവീസ് സംബന്ധമായ സംശയങ്ങൾ, അതുപോലെ അവരെഴുതുന്ന പരീക്ഷകളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പരിഹാരം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ചാനലാണിത്. കൂടാതെ ആഴ്ചയിലൊരിക്കൽ പ്രാധാന്യമുള്ള വാർത്തകളും ഈ ചാനൽ സംപ്രേഷണം ചെയ്യുന്നുണ്ടാവും. ഇത് അധ്യാപകരുടെ ജീവിതത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താനും അവരുടെ അറിവ് ഉയർത്താനും ഒക്കെയുള്ള ഒരു വളരെ സതുദ്ദേശത്തോടു കൂടി നടത്തപ്പെടുന്ന ഒരു ചാനലാണ്. ഭാവിയിൽ ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും കൂടി പല പരിപാടികളും അവതരിപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പം അധ്യാപകരെ അഭിസംബോധന ചെയ്യുകയാണ്. അവരുടെ ജീവിതം നമുക്കറിയാം. നമ്മുടെ അധ്യാപകർ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ജോലി ചെയ്യുന്നവരാണ്. അവർ വെറും ജോലി എന്ന് പറഞ്ഞുകൂടാ, സേവനം ചെയ്യുന്നവരാണ് എന്ന് പറയണം. കാരണം അവരുടെ സേവനത്തിന് നമുക്ക് ഒരിക്കലും പണം കൊണ്ട് പ്രതിഫലം കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു അധ്യാപക സംഘടനയാണ് ഈ പറയുന്ന KSTAയും. നമ്മുടെ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന കാലത്ത് അധ്യാപകർക്ക് ഇതുപോലുള്ള സേവനങ്ങൾ ചെയ്യുന്ന ഈ ചാനൽ ഒരു വലിയ സാമൂഹ്യ സേവനം തന്നെയാണ് ചെയ്യുന്നത്.
പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സർക്കാരിന്റെ ശ്രമഫലമായിട്ട് അതിന് പരിപൂർണ പിന്തുണയും ശക്തിയും ഊർജവും പകരുന്നവരാണ് അധ്യാപകർ. ആ അധ്യാപകരുടെ ജീവിതം, ആ ജീവിതത്തിന്റെ സുരക്ഷ, ആ ജീവിതത്തിന്റെ നന്മ, ഇതെല്ലാം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ചാനലിന്റെ പ്രവർത്തനത്തിന് പിന്നിലുള്ളത്. അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന്റെ ദൗത്യം അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള, അർപ്പണബോധമുള്ള അധ്യാപകരാണ് ഈ ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ E10 യൂട്യൂബ് ചാനലിലേക്ക് പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന്റെ ഫലങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം എന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്. ഇവ പറഞ്ഞതുകൂടാതെ അധ്യാപകരുടെ കലാപരവും സാഹിത്യപരവുമായ കഴിവുകളെ പ്രകടിപ്പിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഈ E10 ചാനൽ വളരെ പ്രയോജനപ്പെടും. അങ്ങനെ ബഹുമുഖമായിട്ട് അധ്യാപക സമൂഹത്തിന് ഗുണം ചെയ്യുന്ന E10 യൂട്യൂബ് ചാനൽ നിങ്ങളുടെ ഏവരുടെയും മൗന സമ്മതത്തോടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. സമഭാവനയുടെ കടലാ ദിശയുകൾ തഴുകും നിളയുടെ ചിരിയാ. അടുത്തതായി ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായിട്ടുള്ള ഡോക്ടർ അനിൽ ചേലേമ്പ്രയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, മലപ്പുറം ജില്ലയിലെ അധ്യാപകരുടെ കൂട്ടായ്മ ആരംഭിച്ച ഈ മാധ്യമ കേന്ദ്രം തീർച്ചയായും വളരെ ഫലപ്രദമായ ഒരു സംരംഭമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇതുമായി സഹകരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തട്ടെ. അധ്യാപക സമൂഹം എല്ലായ്പ്പോഴും സാമൂഹ്യ മാറ്റത്തിന്റെ ശീഘ്രഗതിയിൽ നിന്നിട്ടുള്ളവരാണ്. അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം സ്വയം നിർവഹിക്കാൻ സജ്ജരായി മുന്നോട്ട് വന്ന മുഴുവൻ അധ്യാപക സുഹൃത്തുക്കളെയും അവർക്ക് പിന്തുണ നൽകുന്ന സുമനസ്സുകളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സാമൂഹ്യമായ മറ്റിടപെടലുകൾക്കും ഈ ഒരു മാധ്യമ കേന്ദ്രം നേതൃത്വം നൽകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ അധ്യാപക സമൂഹം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് അത് രൂപപ്പെട്ട കാലം മുതൽ നിർവഹിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇന്ന് വളരെ സാങ്കേതികമായി വളരെ മികച്ചു നിൽക്കുന്ന ഇത്തരമൊരു സ്റ്റുഡിയോക്കകത്തിരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഞാൻ ഓർക്കുന്നത് കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയ മഹാന്മാരായ നമ്മുടെ പൂർവികരെയാണ്. ഒരു കാലത്ത് അധ്യാപകർ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള അംഗീകാരവും ലഭിക്കാത്ത കൂലി അടിമകളായി ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ ഒരു
സാഹചര്യത്തിൽ നിന്ന് ഇന്ന് നാം കാണുന്ന തരത്തിൽ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചാലകശക്തിയായി മാറാൻ അധ്യാപക സമൂഹത്തിന് കഴിഞ്ഞത് അത് നിർവഹിച്ച നിരന്തരമായ പോരാട്ടത്തിന്റെയും ധൈഷണികവും സംഘടനാപരവുമായ പ്രവർത്തനങ്ങളുടെയും ഫലമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നാം എത്തി നിൽക്കുന്ന ഈ ഒരു സന്ദർഭം ആരുടെയും ഔദാര്യത്തിന്റെ ഫലമല്ല, നിരവധിയായ പോരാട്ടങ്ങളിലൂടെയാണ്. കാരൂരിന്റെ അധ്യാപകൻ ഇങ്ങനൊരു മീഡിയ സെന്ററിൽ വന്നിരിക്കുന്നത് എന്നത് അത് തന്നെയാണ് കേരളത്തിന്റെ ചരിത്രം എന്നും നാം ഓർമ്മിക്കണം. അതുകൊണ്ട് കേരളത്തിന്റെ ചരിത്രം നിർമ്മിച്ചതിൽ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വലിയ പങ്കുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. കേരളത്തിലെ ആദ്യത്തെ പണിമുടക്ക് സമരം സംഘടിപ്പിച്ച അയ്യങ്കാളി, അദ്ദേഹം മാസങ്ങളോളം നീണ്ടുനിന്ന പണിമുടക്ക് സമരം ഞങ്ങളുടെ മക്കളെ പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ മുട്ടിപ്പുല്ല് മുളയ്ക്കും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ആ മഹത്തായ സമരം വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് നാം ഓർക്കണം. കർഷക തൊഴിലാളികളുടെ കൂലി വർധനവിന് വേണ്ടിയായിരുന്നില്ല. അന്ന് വയലുകളിൽ പണിയെടുത്തിരുന്ന ദളിത് ബഹുജനങ്ങളുടെ മക്കൾക്ക് പൊതുവിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ പണിമുടക്ക് സമരം നടത്തിയത്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ സമരത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ വിദ്യാഭ്യാസം എന്നത് ഒരു പൊതുവിഭവമായി തീരണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. എഡ്യൂക്കേഷൻ ആസ് എ കോമൺ ഗുഡ്, അതൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ആയിരുന്നു. ഇന്നും ഇന്ത്യയിലെ ബഹുസഹസ്രം വരുന്ന സമൂഹങ്ങളിൽ ഈ ഒരു മുദ്രാവാക്യം ഏറ്റെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് അത്തരം യത്നങ്ങളുടെ ഫലശ്രുതിയെക്കുറിച്ച് നാം അഭിമാനിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് കേരളത്തിലെ അധ്യാപകരെ സംഘടിപ്പിക്കുന്നതിനും അവരെ സ്വാതന്ത്ര്യ സമരവുമായും കർഷകാദി ബഹുജനങ്ങളുടെ സമരങ്ങളുമായും ജന്മിത്വ വിരുദ്ധ സമരവുമായും ഒക്കെ കണ്ണിചേർക്കുന്നതിൽ അധ്യാപക പ്രസ്ഥാനം വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. അങ്ങനെ ഇന്ന് കാണുന്ന കേരളം എന്ന് പറയുന്ന ഈ ഒരു ഭൂപ്രദേശം നാം എല്ലാം അഭിമാനിക്കുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ രൂപമായി, അവിടെ അധിവസിക്കുന്ന ജനത ഒരു പുതിയ സാമൂഹ്യ രൂപമായി വളർന്നു വന്നതിന്റെ പുറകിൽ അധ്യാപകരുടെ ധൈഷണികവും സംഘടനാപരവുമായ പ്രവർത്തനങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് കേരളീയനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വലിയൊരു മൂലധനമാണ്. അതൊരു പ്രധാനപ്പെട്ട മൂലധനമാണെന്ന് തിരിച്ചറിഞ്ഞവരാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളെല്ലാം. അയ്യങ്കാളിയെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. വി.ടി. ഭട്ടതിരിപ്പാടാകട്ടെ അദ്ദേഹത്തിന്റെ സമുദായത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം നൽകിയത്. ശ്രീനാരായണ ഗുരു പറഞ്ഞത് നമുക്ക് ക്ഷേത്രങ്ങളല്ല വിദ്യാലയങ്ങളാണ് ഇനി മുതൽ വേണ്ടത് എന്ന് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യ നേടുക, പ്രബുദ്ധരാവുക എന്ന് തന്നെയാണ് അദ്ദേഹവും സൂചിപ്പിച്ചത്. അങ്ങനെ ശ്രീനാരായണ ഗുരു, വി.ടി. ഭട്ടതിരിപ്പാട്, അയ്യങ്കാളി തുടങ്ങി കേരളത്തിലെ എല്ലാ സമുദായ പരിഷ്കർത്താക്കളും വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം നൽകിയത് എന്ന് നമുക്കറിയാം. കാരണം വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട ക്യാപിറ്റലാണെന്ന്, മൂലധനമാണെന്ന് അക്കാലം മുതൽ തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മനസ്സിലാക്കിയവരായിരുന്നു കേരളീയർ, കേരളത്തിലെ ധൈഷണികർ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെയൊക്കെ തുടർച്ചയിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപക പ്രസ്ഥാനം എന്നോർക്കുമ്പോഴാണ് ഈ അധ്യാപക പ്രസ്ഥാനത്തിന്റെ നവോത്ഥാനപരമായ പ്രസക്തിയെക്കുറിച്ച് നാം തിരിച്ചറിയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കേരളം എന്ന് പറയുന്ന സമൂഹം ഇങ്ങനെ ഒരു പലതരത്തിൽ വേറിട്ട ഒരു സമൂഹമായി, പലപ്പോഴും ലോകത്തിന് തന്നെ പല കാര്യങ്ങളിൽ മാതൃക പുലർത്തുന്ന ഒരു സമൂഹമായി മാറിയതിന്റെ പുറകിൽ എല്ലായ്പ്പോഴും സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തെ കേരളമാക്കിയതിൽ ഈ സാംസ്കാരിക രാഷ്ട്രീയം, കൾച്ചറൽ പൊളിറ്റിക്സ്, അതിന് വലിയ പങ്കുണ്ട്.
അത് നവോത്ഥാനത്തോടുകൂടി തുടങ്ങുന്നു. പിൽക്കാലത്ത് നാം പറയുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനം, അധ്യാപക പ്രസ്ഥാനങ്ങൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ള ശാസ്ത്ര പ്രസ്ഥാനങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള സാംസ്കാരിക സംഘങ്ങളാണ് കേരളത്തിന്റെ സംസ്കാരത്തെ മതനിരപേക്ഷവും ജാതി വിരുദ്ധവും സ്ത്രീ പുരുഷ സമത്വവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹമാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നിരന്തരം പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ സാക്ഷാത്കരിച്ചു എന്നോ പൂർത്തീകരിച്ചു എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ആ ലക്ഷ്യങ്ങൾ എക്കാലത്തും നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതാണ് എല്ലാ സന്ദർഭങ്ങളിലും സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ജാതി വിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ എല്ലാ കാലത്തും നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള നിരന്തരമായ ആഹ്വാനം നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തുന്നതിലും അതിനെയൊക്കെ നയിക്കുന്നതിലും നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനങ്ങൾക്ക് എക്കാലത്തും കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളീയ സമൂഹത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾ, അതായത് നമുക്കറിയാം കേരളത്തെ പറ്റി ഉണ്ടായിരുന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തെ കുറിച്ചുണ്ടായിരുന്ന ചിത്രം വളരെ വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. അന്ന് കേരളത്തിൽ മനുഷ്യരുണ്ടായിരുന്നില്ല. ഒരു 100 കൊല്ലം മുമ്പ് കേരളത്തിൽ പലതരം ജാതികൾ ഉണ്ടായിരുന്നു, പലതരം മതങ്ങൾ ഉണ്ടായിരുന്നു, ആണും പെണ്ണും ഉണ്ടായിരുന്നു, മനുഷ്യരുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ശ്രീനാരായണ ഗുരുവിന് പറയേണ്ടി വന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു മനുഷ്യൻ എന്ന് പറയുന്നത്. ബഷീർ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കഥ എഴുതുന്നുണ്ട്. അപ്പോ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്നത്. അപ്പൊ ഈ മനുഷ്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ജാതി സങ്കല്പനങ്ങളിൽ നിന്ന്, ജാതി ശരീരങ്ങളിൽ നിന്ന്, ലിംഗ ശരീരങ്ങളിൽ നിന്ന് നമ്മള് പൗരശരീരത്തിലേക്ക് പരകായ പ്രവേശം നടത്തിയ ഒരു ഘട്ടത്തെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യനെ സംരക്ഷിക്കുക, മനുഷ്യൻ എന്നൊരു സങ്കല്പത്തെ സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതുകൊണ്ട് കേരളത്തിൽ നടന്ന സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കേന്ദ്ര പ്രമേയം എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെയാണ്. ആ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന്റെ പുറകിലാണ് കേരളത്തിലെ കർഷക പ്രസ്ഥാനം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന്റെ അടിത്തറയിൽ തന്നെയാണ് കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. അവരെല്ലാം നിങ്ങളുടെ ജാതി ഏതാകട്ടെ, മതം ഏതാകട്ടെ, നിങ്ങളുടെ ലിംഗപദവി ഏതാകട്ടെ, നിങ്ങളെ എല്ലാവരെയും മനുഷ്യരായി പരിഗണിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നമ്മൾ എല്ലാ കാലത്തും മുന്നോട്ട് വയ്ക്കാൻ കേരളീയ സമൂഹം സാമാന്യമായി ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. എന്നാൽ അതേസമയം ഈ മനുഷ്യത്വം എന്ന് പറയുന്ന, മനുഷ്യാണാം മനുഷ്യത്വം എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക്, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു പദവിയാണ്. അത് ഇന്ത്യൻ സന്ദർഭത്തിൽ നമ്മൾ അതിനെ സിറ്റിസൺഷിപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ പൗരത്വം എന്ന് പറയാം. അപ്പൊ ഈ പൗരത്വത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം, മനുഷ്യൻ എന്ന അർത്ഥത്തിലേക്കുള്ള ഒരു സങ്കല്പനത്തിലേക്ക് നമ്മൾ കടന്നു കയറുന്നത് തീർച്ചയായും ഈ പറയുന്ന സമരങ്ങളിലൂടെയാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ബീയിങ്, ജീവശാസ്ത്രപരമായിട്ട് നിലനിൽക്കുന്ന ഒരു ജീവി എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു ജന്തു എന്ന അർത്ഥത്തിലല്ല മനുഷ്യൻ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. അത് മഹത്തായ ഒരു സങ്കല്പനമാണ്, ഇപ്പോഴും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സങ്കല്പനമാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പനത്തിലേക്ക് എത്തിച്ചേരാനുള്ള കുതിപ്പുകളാണ് കേരളീയ സമൂഹം നേരത്തെ പറഞ്ഞ ഓരോ ഘട്ടത്തിലും നടത്തിയിട്ടുള്ളത്. അങ്ങനെ തൊഴിലാളി എന്നൊരു സങ്കല്പനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അധ്വാനത്തിലൂടെ മാത്രം ജീവിക്കാൻ കഴിയുന്ന മനുഷ്യരെ നമ്മൾ തൊഴിലാളികൾ എന്ന് വിളിക്കുന്നു. അവരുടെ ജാതി ഏതാകട്ടെ, മതം ഏതാകട്ടെ, അവർ തൊഴിലാളികളാണ് എന്നൊരു സങ്കല്പം നമ്മൾ മുന്നോട്ട് വെക്കുന്നു. അതേപോലെ ഈ മനുഷ്യൻ, തൊഴിലാളി, പൗരൻ അല്ലെങ്കിൽ പൗരി എന്നൊക്കെ പറയുന്ന സങ്കല്പനങ്ങളിലേക്ക് നമ്മൾ പതിയെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടന്നു വരുമ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന പ്രതിലോമ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിതരംഗം വളരെ ശക്തമായി കേരളത്തിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അത് കേരളത്തിലുണ്ടെന്ന് പറയുമ്പോൾ അത് കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മാത്രമായിട്ട് നിൽക്കുന്നതല്ല, അത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന്റെ ഭാഗമാണ് കേരളം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു ദേശീയപരമായ ഒരു പരിപ്രേക്ഷ്യവും കൂടിയുണ്ട്. അപ്പൊ കേരളത്തിൽ ഇത്തരത്തിൽ വളരെ പുരോഗമനപരമായ, പുരോഗമനം എന്നുള്ളതിന്റെ അർത്ഥം അതാണ്, മനുഷ്യത്വത്തിലേക്ക്, നേരത്തെ പറഞ്ഞ തൊഴിലാളി എന്ന സങ്കല്പത്തിലേക്ക്, അല്ലെങ്കിൽ പൗരത്വം എന്ന് പറയുന്ന സങ്കല്പനത്തിലേക്ക് ഒക്കെ അതത് സന്ദർഭങ്ങളിൽ കടന്നു കയറാൻ ശ്രമിച്ചപ്പോൾ അതിനെയെല്ലാം പ്രതിരോധിക്കുന്ന, അതിനെയെല്ലാം തടുക്കാൻ ശ്രമിക്കുന്ന
ശക്തികളും വളരെ പ്രബലമാണ്. അങ്ങനെയുള്ള ശക്തികൾക്ക് ഈ പ്രാദേശികമായിട്ടുള്ള വേരുകൾ മാത്രമല്ല, അതിന് വളരെ ദേശീയമായിട്ടുള്ള വേരുകളുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കണം. അതേക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് പ്രധാനമായിട്ടും ഞാൻ ഈ ഒരു ചെറിയ സമയത്തിനകത്ത് ശ്രമിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശം, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. പല ആളുകളും പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് അനാദിയായിട്ടുള്ളതാണ്, അത് നമ്മൾ പറയുന്ന ഈ എന്താണ് മറ്റേ ഇതുണ്ടല്ലോ, അതായത് അഖണ്ഡ ഭാരതം, അഖണ്ഡ ഭാരതമാണ്, അത് ആർഷഭാരതമാണ് എന്നൊക്കെയുള്ള പല പല കാഴ്ചപ്പാടുകളും നമ്മളെ സമൂഹത്തിൽ ഇപ്പൊ പ്രബലമാണ്. യഥാർത്ഥത്തിൽ ആർഷഭാരതം എന്ന ഒന്നിനെയല്ല നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ആധുനിക സങ്കല്പനമാണ്. ആർഷഭാരതം എന്ന് പറയുന്നത് ഋഷിമാരുടെ സങ്കല്പത്തിലുള്ള ഒരു ഭാരതമാണ്. നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ പൗരന്മാരുടെ, ഇന്ത്യൻ പൗരികളുടെ ഒരു സമൂഹത്തെയാണ് നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അതൊരു പൗര സമൂഹമാണ്, ആധുനിക സമൂഹമാണ്, സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തികളുടെ സമൂഹത്തെയാണ് നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ആ അർത്ഥത്തിൽ എന്താണ് ഇന്ത്യയുടെ ചരിത്രം എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ആർഷഭാരതത്തിൽ നിന്ന് ഇന്ത്യ എന്ന സങ്കല്പനത്തിലേക്കുള്ള ഒരു പരിവർത്തനത്തെയാണ് നമ്മൾ ഇന്ത്യാ ചരിത്രം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സന്യാസിമാരുടെയും ഈ പറയുന്ന ബ്രാഹ്മണരുടെയും നാടുവാഴികളുടെയും ജന്മിമാരുടെയും ഒക്കെ ആയിരുന്ന ഇന്ത്യയെ ആധുനിക പൗരസമൂഹമാക്കി മാറ്റുന്നതിന് വേണ്ടി നടത്തുന്ന നിരന്തരമായ ശ്രമങ്ങളെയാണ് നമ്മൾ ഇന്ത്യാ ചരിത്രം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ആർഷഭാരതത്തിൽ നിന്ന് നമ്മൾ പറയുന്ന ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ നിലനിന്നിരുന്ന ബ്രാഹ്മണ്യം മേൽക്കോയ്മ നേടിയിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് മാറി ഒരാധുനിക സമൂഹമായി മാറാൻ നടത്തിയ ശ്രമങ്ങളാണ്. പക്ഷെ അത് അത്ര എളുപ്പമുള്ള ഒരു ശ്രമമല്ല. അത് ഗർഭപാത്രത്തിൽ നിന്ന് ഒരു ശിശുവിനെ പുറത്തെടുക്കുന്നത് പോലെയുള്ള സംഘർഷഭരിതമായ ഒരു യത്നമാണ് വാസ്തവത്തിൽ. അത് ഈ പറയുന്ന ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയുടെ ഗർഭത്തിൽ നിന്നാണ് നമ്മൾ ഈ ആധുനിക സമൂഹത്തെ പുറത്തെടുക്കേണ്ടത്. അങ്ങനെ പുറത്തെടുക്കാനുള്ള ശ്രമം ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ഇപ്പോഴും ആ ശിശു പിറന്നു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാനാവില്ല. വേദനാജനകമായ ഒരു അവസ്ഥയാണ്. ഞാൻ വിചാരിക്കുന്നതിൽ ഏറ്റവും വേദന നിറഞ്ഞ ആ പ്രസവത്തിന്റെ അതിനാണ് ഈ പറയുന്ന പ്രാചീനമായ ഒരു ഇന്ത്യൻ സങ്കല്പനത്തിൽ നിന്ന് ആധുനികമായ ഒരു ഇന്ത്യൻ സങ്കല്പനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും അധികം വേദന അനുഭവിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പ്രതിലോമ ശക്തികൾ ഇന്ന് വളരെ വളരെ പ്രബലമായി കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു നവജാത ശിശുവിന്റെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആധുനിക സമൂഹം ഒരിക്കലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ശക്തികളും ആ ഇന്ത്യയെ സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുരോഗമനവാദികളായിട്ടുള്ള ആളുകളുടെ ശക്തികളും തമ്മിലുള്ള ഒരു ബലാബലമാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ ചരിത്രം, ആധുനിക ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ആ ചരിത്രഗതിയിൽ നാം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് വാസ്തവത്തിൽ ആലോചിക്കേണ്ടത്. നമ്മൾ ദൈനംദിനം കാണുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ദിവസം രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോൾ, ഒരു ദിവസം ടെലിവിഷൻ ചാനലിൽ നമ്മൾ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു ബലാബലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം, ഇന്ത്യയിലെ വളരെ പ്രബലമായ ഒരു വിഭാഗം, ആ പഴയ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ പുതിയ ശിശു ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുകയും ആ ഒരു പ്രയാണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ മറ്റൊരു വിഭാഗം അത് എത്രയും വേഗത്തിലാകണം എന്ന് ആഗ്രഹിക്കുന്നു. ഇവർ തമ്മിലുള്ള ബലാബലമാണ് നമ്മൾ ബീഹാറിൽ കണ്ടത്. അവർ തമ്മിലുള്ള ബലാബലമാണ് ഇന്ത്യയിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് സാമാന്യമായി ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ 10-30 കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന ചില പരിഷ്കരണങ്ങളും ചില മാറ്റങ്ങളും യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കേരളം പോലെ ഒരു പ്രദേശത്ത് നാം നേടിയ നേട്ടങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ, അതിന്റെ ചരിത്രഗതിയെ തന്നെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള ഏറ്റവും ഭയങ്കരമായ തടസ്സങ്ങളായി, അല്ലെങ്കിൽ അതിനെ മുഴുവൻ തടയിടുന്ന ഘടകങ്ങളായി വളർന്നു വന്നിരിക്കുന്നു എന്നതാണ് നാം കാണേണ്ട ഒരു വസ്തുത. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട്, കേരളത്തിൽ ഒരു 19-ാം നൂറ്റാണ്ടിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും പിന്നീട് വന്ന ദേശീയ പ്രസ്ഥാനവും അതിന് തുടർന്ന് വന്ന കർഷകാദി ബഹുജനങ്ങളുടെ സമരങ്ങളും ഒക്കെ നമുക്ക് ചരിത്രം വളരെ വളരെ മുന്നോട്ട് പോവുകയും അപ്പോഴാണ് അതിനെ മുഴുവൻ വാസ്തവത്തിൽ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ എതിർക്കാൻ ശ്രമിച്ച ഒരു വിഭാഗം
അവരുടെ മുഴുവൻ ഒരു ഐക്യമാണ് നമ്മൾ വിമോചന സമരത്തിന്റെ സന്ദർഭത്തിൽ കണ്ടത്. അതുകൊണ്ട് വിമോചന സമരം എന്ന് പറഞ്ഞാൽ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയുടെ ആത്മാവിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു വാസ്തവത്തിൽ വിമോചന സമരം. കേരളത്തിലെ ജന്മിത്വത്തിനെതിരെ നടന്ന സമരങ്ങളോടും ജാതിക്കെതിരെ നടന്ന സമരങ്ങളോടും ഒക്കെ ഉണ്ടായിരുന്ന അമർഷം വാസ്തവത്തിൽ വിമോചന സമരത്തിലൂടെ ആളിക്കത്തുകയാണ് ചെയ്തത്. എന്നാൽ വിമോചന സമരത്തിന്റെ ശക്തികൾക്ക് തന്നെ പിന്നീട് ആ ഒരു തന്ത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പാതയിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നു എന്നതാണ് കേരളത്തിന്റെ ചരിത്രം. കേരളത്തിലെ പ്രബുദ്ധമായ സമൂഹം വിമോചന സമരത്തിന്റെ സന്ദേശം ഒരിക്കലും ഏറ്റെടുത്തില്ല. അവര് അതിനെ കൈയൊഴിയുകയായിരുന്നു. എന്നാൽ ഈ വിമോചന സമരകാലത്തെ ശക്തികളെ പിന്നീട് ഉജ്ജ്വലിപ്പിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ശാക്തീകരിക്കാൻ ഉള്ള ഒരു സന്ദർഭം കേരളത്തിൽ കൈവരുന്നത് 1990-കളോടുകൂടിയാണ്. 1990-കളോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായ ചലനങ്ങൾ തന്നെയാണ് കേരളത്തിലെ പഴയ വിമോചന സമരത്തിന്റെ ആദർശങ്ങൾക്ക് ഒരിക്കൽ കൂടി ഉയർത്തെഴുന്നേൽക്കാനുള്ള, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിതരംഗം, ബാക്ക്ലാഷ് എന്ന് ഇംഗ്ലീഷിൽ ഒരു വാക്ക് ഉപയോഗിക്കും. നമ്മൾ സാധാരണ കടലില് ഒരു ചെരുപ്പ് വലിച്ചെറിഞ്ഞാൽ തിരമാല ആ ചെരുപ്പും കൊണ്ടുപോകും, പക്ഷെ ആ എറിഞ്ഞ സാധനം വീണ്ടും തിരിച്ചു വരും. അതേപോലെ നമ്മളൊക്കെ കുടഞ്ഞെറിഞ്ഞ പലതും തിരിച്ചു വരാൻ 90-കൾക്ക് ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്. ഈ സന്ദർഭത്തിലാണ് നമ്മളെ അധ്യാപക പ്രസ്ഥാനം പോലുള്ള ഒരു പ്രസ്ഥാനം വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു കാലമാണ് എന്ന് നമുക്ക് സ്വയം ഓർമ്മിപ്പിക്കാനുള്ളത്, സമൂഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഐഡിയോളജിക്കലായിട്ടുള്ള ഈ ബാക്ക്ലാഷ്, പ്രത്യയശാസ്ത്രപരമായ പ്രതിതരംഗത്തിന്റെ കാലത്ത് 90-കൾക്ക് ശേഷമാണ് അത് സംഭവിക്കുന്നത്. പ്രധാനമായും ഗ്ലോബലൈസേഷന്റെ ഒരു കാലം വരുന്നു. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അതിന്റെ സാമ്പത്തിക വശങ്ങളെ പറ്റിയോ അതിന്റെ മറ്റ് വശങ്ങളെ പറ്റിയോ ഒന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. കർഷകരെ അതെങ്ങനെയാണ് ബാധിച്ചത് നമുക്കറിയാം. യുവാക്കളുടെ തൊഴിൽ മേഖലയെ അതെങ്ങനെയാണ് ബാധിച്ചത് നമുക്കറിയാം. എങ്ങനെയാണത് തൊഴിലാളികളെ മൈഗ്രന്റ് ലേബറേഴ്സ് ആക്കി മാറ്റിയത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊറോണ ഈ ലോക്ക്ഡൌൺ കാലത്ത് മനുഷ്യർ നടത്തിയ മഹായാനങ്ങളിൽ എത്ര പേരാണ് റോഡിൽ തന്നെ വീണ് മരിച്ചുപോയത് എന്ന് പാർലമെന്റിൽ ചോദിച്ചപ്പോ അതിന്റെ കണക്ക് എന്റെ കയ്യിലില്ലെന്നാണ് മന്ത്രി പറഞ്ഞത്. അതാണ്. അപ്പൊ അത്രമാത്രം മൈഗ്രന്റ് ലേബറേഴ്സ് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഇവിടെ നിന്ന് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലേക്ക് ആളുകൾ പലായനം ചെയ്യുന്നു. പല പ്രദേശങ്ങളിൽ നിന്ന് പലയിടങ്ങളിലേക്ക് വരുന്നു. അഭയാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും ഹതാശരായ മനുഷ്യരുടെയും വലിയൊരു ലോകമാണ് ഗ്ലോബലൈസേഷൻ ഉണ്ടാക്കിയത് എന്ന് നാം നേരിട്ട് കണ്ടത് വാസ്തവത്തിൽ ഈ ലോക്ക്ഡൌൺ കാലത്താണ് എന്ന് നാം ഓർമ്മിക്കണം. ഇന്ന് വലിയ തകർച്ചയിലേക്കാണ് ലോക സാമ്പത്തിക രംഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. യഥാർത്ഥത്തിൽ അതെല്ലാം എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു കുറുക്ക് വഴിയിലൂടെ മുതലാളിത്തത്തിന്റെ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ചില താൽക്കാലിക പോംവഴികൾ എങ്ങനെയാണ് മനുഷ്യരെ കൂടുതൽ ദുരിതങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും കൊണ്ടുവന്നെത്തിക്കുന്നത് എന്ന് നാം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. കോടിക്കണക്കിന് മനുഷ്യരാണ് വാസ്തവത്തിൽ ലോകത്ത് ഈ മഹാമാരിക്കാലത്ത് ഈ രോഗം കൊണ്ട് മരിച്ചുപോയത് എന്ന് നമുക്കറിയാം. ഇത് എന്തുകൊണ്ടാണ് അവർക്ക് ചികിത്സ കിട്ടാതെ പോകുന്നത്, എന്തുകൊണ്ടാണ് വെടിക്കോപ്പുകളുള്ള ലോകത്ത് വെന്റിലേറ്ററുകൾ ഇല്ലാതെ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതാണ് ഗ്ലോബലൈസേഷൻ സൃഷ്ടിച്ചത്. ഗ്ലോബലൈസേഷൻ വെടിക്കോപ്പുകൾ ഉണ്ടാക്കി, മനുഷ്യന് ആവശ്യമില്ലാത്തതൊക്കെ അത് ഉത്പാദിപ്പിച്ചു. അതൊക്കെ എല്ലാറ്റിനെയും ഗ്ലോബലൈസേഷൻ ചരക്കാക്കി മാറ്റി. പക്ഷേ മനുഷ്യന്റെ അത്യാവശ്യമായിട്ടുള്ള മനുഷ്യന്റെ പാർപ്പിടം, മനുഷ്യന്റെ ആരോഗ്യം, മനുഷ്യന്റെ വിദ്യാഭ്യാസം അതെല്ലാം നിരാകരിക്കപ്പെടുകയും ചെയ്തു. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഇതാണ് സംഭവിച്ചത്. ഫ്രാൻസിലും യൂറോപ്യൻ യൂണിയനിലും മുഴുവൻ ഇന്ന് നിരവധി ചെറുപ്പക്കാർ തൊഴിലില്ലാതെ അലയുകയാണ്. ഗ്രീസിലൊക്കെ നടന്നിട്ടുള്ള ഈ ചെറുപ്പക്കാരുടെ തൊഴിൽ നഷ്ടപ്പെട്ട ചെറുപ്പക്കാരുടെ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലോകത്തുടനീളം വാസ്തവത്തിൽ ഈ അസ്വസ്ഥത പടർന്ന് കയറുകയാണ്. അടിസ്ഥാനപരമായ ജീവിത ആവാസ വ്യവസ്ഥകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മനുഷ്യരുടെ കൂട്ടപലായനങ്ങളാണ് ലോകത്തിലുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ 90-കൾക്ക് ശേഷം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഇതൊക്കെ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അക്കാലത്ത് ഇടതുപക്ഷ ചിന്തകരും സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറം നമ്മുടെ ജീവിതത്തെ തന്നെ വരിഞ്ഞു മുറക്കുന്ന സാംസ്കാരിക പ്രതിസന്ധികൾ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്ലോബലൈസേഷൻ എന്നുകൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്.
അതിന് 2 ഘടകങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ടും ചെറിയ സമയം കൊണ്ട് പറയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഗ്ലോബലൈസേഷൻ ഉൽപ്പാദിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സങ്കല്പനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാംസ്കാരിക അവസ്ഥ എന്ന് പറയുന്നത് ഉപഭോഗ സംസ്കാരം എന്നതാണ്, കൺസ്യൂമറിസം. അപ്പോ നമ്മളൊക്കെ ഈ മാർക്സ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, മുതലാളിത്തത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ അത് ചരക്കുകൾക്കിടയിലുള്ള ബന്ധമായി പരിവർത്തിപ്പിക്കും എന്നാണ് മാർക്സ് സൂചിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ ചരക്കുകൾക്കിടയിലുള്ള ബന്ധമായി മനുഷ്യബന്ധങ്ങൾ എന്ത് ചെയ്യുന്നു, അത് ഡീഹ്യൂമനൈസ് ചെയ്യപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയും. അത് അപമാനവീകരിക്കപ്പെടുന്നു എന്ന് പറയാം. അങ്ങനെ മനുഷ്യാണാം മനുഷ്യത്വം എന്നാണല്ലോ ഈ നാരായണ ഗുരു പറയുന്നത്. ആ മനുഷ്യത്വം എന്ന് പറയുന്നത് ഇല്ലാണ്ടായിത്തീരുകയും മനുഷ്യർക്കിടയിലുള്ള ബന്ധത്തെ ചരക്കുകൾ നിർണ്ണയിക്കുന്നതോടുകൂടി മനുഷ്യബന്ധങ്ങൾ മുഴുവൻ ചരക്കുകൾ കൊണ്ട് പൂർത്തീകരിക്കപ്പെടുന്ന ഒന്നായിത്തീരുകയും ചെയ്യും. ഇത് ഏറ്റവും രൂക്ഷമായി നമ്മൾ കാണുന്നത് ഗ്ലോബലൈസേഷന്റെ കാലത്താണ്. സ്നേഹമായാലും ദ്വേഷമായാലും എല്ലാം ചരക്കുകൾക്കിടയിൽ മാത്രം വിനിമയം ചെയ്യാൻ കഴിയുന്ന മനുഷ്യഭാവങ്ങളായി മാറുന്നു എന്നത് വലിയൊരു ദുരന്തമാണ് മനുഷ്യലോകത്തിന് സംഭാവന ചെയ്തത്. പക്ഷെ അതേസമയം നമുക്കറിയാവുന്ന പോലെ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പണം കൊണ്ടും ലാഭം കൊണ്ടും ചരക്കുകൾ കൊണ്ടും മാത്രം സംതൃപ്തിപ്പെടുത്താൻ കഴിയുന്നതല്ല മനുഷ്യന്റെ ബീയിങ്നെസ് അല്ലെങ്കിൽ ഉണ്മ എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയെ സംബന്ധിച്ചിടത്തോളം ഞാനുണ്ട് എന്ന തോന്നലിനെയാണ് ഉണ്മ എന്ന് പറയുക. അപ്പൊ ഞാനുണ്ട് എന്ന് എനിക്ക് വാസ്തവത്തിൽ അനുഭവപ്പെടണമെങ്കിൽ എനിക്കൊരു കാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വലിയൊരു വീടുണ്ട്, അതല്ലെങ്കിൽ എനിക്ക് വളരെ വിലപിടിപ്പുള്ള ഒരു മൊബൈൽ ഫോൺ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നതല്ല മനുഷ്യന്റെ ഉണ്മ. അതുകൊണ്ട് ഞാനുണ്ട് എന്ന് എനിക്ക് തോന്നണമെങ്കിൽ എനിക്കൊരു ഭൂതകാലമുണ്ട് എന്ന് തോന്നേണ്ടതുണ്ട്. ആ ഭൂതകാലം എന്ത് എന്നൊരു ചോദ്യമാണ് ഈ ഗ്ലോബലൈസേഷന്റെയും കൺസ്യൂമറിസത്തിന്റെയും കാലത്ത് ഉയർന്നു വന്ന സാംസ്കാരികമായ ഒരു ചോദ്യം. ഈ ചരക്കുകളുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ, ചരക്കുകൾ കൊണ്ടും തൃപ്തിപ്പെടാത്ത ഈ മനുഷ്യന്റെ ഉണ്മ, അതിനെ വാസ്തവത്തിൽ പാരമ്പര്യം കൊണ്ടും മതം കൊണ്ടും ജാതി കൊണ്ടും നിറച്ചിട്ടാണ് മനുഷ്യർ ആ ശൂന്യതയെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ഗ്ലോബലൈസേഷന്റെ കാലത്ത് വർഗീയതയും ജാതീയതയും വീണ്ടും നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലേക്ക് ഉയർന്നു വരുന്നത്. അത് ദേ ആർ കോമ്പൻസേറ്ററി. അവ രണ്ടും പരസ്പര പൂരകങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ചരക്കുകൾക്കിടയിലുള്ള മനുഷ്യബന്ധങ്ങളായി മനുഷ്യൻ അപമാനവീകരിക്കപ്പെട്ടതോടെ, മനുഷ്യൻ ശൂന്യരാക്കപ്പെട്ടതോടെ ആ ശൂന്യതയെ നിറയ്ക്കാൻ നമ്മൾ ഭൂതകാല മഹിമയെയും പാരമ്പര്യ അഭിമാനത്തെയും കുടുംബ മഹിമയെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരികയും അങ്ങനെ ഞാൻ വലിയ ഈ പറയുന്ന പോലെ ഞാൻ മനുഷ്യനാണ്, ഞാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്, എനിക്ക് വലിയ പാരമ്പര്യമുണ്ട്, ഞാൻ ബ്രാഹ്മണനാണ്, അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസൽമാനാണ് എന്നൊക്കെയുള്ള ഈ ഐഡന്റിറ്റികളിലേക്ക് ഈ സ്വത്വബോധം കൊണ്ട് നിറച്ചിട്ടാണ് നമ്മൾ കൺസ്യൂമറിസം ഉൽപ്പാദിപ്പിച്ച ശൂന്യതയെ പരിഹരിച്ചത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ അർത്ഥം. ഇതാണ് വാസ്തവത്തിൽ ഒരു വലിയ പ്രതിസന്ധി, സാംസ്കാരികമായ ഒരു പ്രതിസന്ധി 90-കൾക്ക് ശേഷം നാം അനുഭവിക്കുന്നത്. അത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വയലൻസ് എന്ന് പറയുന്നത്, ഹിംസ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ സംഭവമായി കഴിഞ്ഞു. അതാണ് നിങ്ങൾക്ക് മണൽ മാഫിയകളും, നിങ്ങൾക്ക് മയക്കുമരുന്ന് മാഫിയകളും, നിങ്ങൾക്ക് ഭൂമാഫിയകളും ഒക്കെ നിലനിൽക്കുന്ന ഒരു ഗ്ലോബലൈസേഷന്റെ പീരീഡില് മനുഷ്യൻ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ലോകത്ത് നിങ്ങൾക്ക് ഹിംസയില്ലാതെ കഴിയില്ല, കൊട്ടേഷൻ സംഘങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ഹിംസയും ഈ പറയുന്ന പോലെ അനിശ്ചിതത്വവും, അതെ നമ്മളെ പൂന്താനം പറഞ്ഞ പോലെ ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിയില്ല എന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥയിലാണ് വാസ്തവത്തിൽ നമ്മളിപ്പോ ജീവിക്കുന്നത്. മുതലാളിത്തം പോയി മനുഷ്യനെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ കൊറോണ കാലത്ത് നമ്മളത് അനുഭവിക്കുകയാണ്. നാളെ ഇപ്പൊ എന്താണ്ടാവാൻ പോണോ നമുക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ വീടുകളിൽ അടഞ്ഞിരുന്ന ഒരു കാലം നമ്മുടെ ഒന്നും ഓർമ്മയിലുണ്ടാവില്ല. എല്ലാം സ്തംഭിച്ചു പോയ ഒരു കാലം ആണ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ സ്പർശിക്കാൻ വയ്യ, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനുമായിട്ട് സംസാരിക്കാൻ വയ്യ, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ മരണസമയത്ത് പോലും സന്ദർശിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ മനുഷ്യന് മുന്നിൽ വലിയൊരു വിലങ്ങുതടിയായി തീർന്ന ഒരു ചെറിയ വൈറസാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മുതലാളിത്തം ഈ പ്രകൃതിയുമായി ഇടപെട്ടുകൊണ്ട് നിരന്തരം പ്രകൃതിയെ ചൂഷണം ചെയ്തും പ്രകൃതിയെ മാറ്റിമറിച്ചും, അതിനെയാണ് നമ്മളെ പുതിയ ചിന്തകര് ഹോളോസീൻ എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിൽ നിന്ന് ആന്ത്രോപോസീൻ എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിലേക്ക് പ്രപഞ്ചം മാറിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതിനെ അവർ പോസ്റ്റ് ഹ്യൂമൻ പീരീഡ് എന്നാ പറയാ. അതാണ് മാനവാനന്തര സമൂഹത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മനുഷ്യൻ ഇന്ന് പ്രകൃതിയിലൊരു ജന്തുവല്ല,
മനുഷ്യൻ തന്നെ പ്രകൃതിയെ മുഴുവൻ സ്വാധീനിക്കുകയും മാറ്റിമറിക്കുകയും പ്രകൃതിയെ തന്നെ കീഴടക്കുകയും ചെയ്ത ഒരു ജീവിയായി തീർന്നതോടെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സഹജീവനത്തിന്റെ എല്ലാതരം ഈ ഇഴകളും പൊട്ടിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതാണ് ഈടുവെപ്പുകളെല്ലാം പോയിരിക്കുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഈടുവെപ്പുകളെല്ലാം വാസ്തവത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. മുതലാളിത്തത്തിന്റെ വികസനം ചെന്ന് അവസാനിക്കുന്നത് ഇവിടങ്ങളിലാണ്. അതിലേറ്റവും പ്രധാനം അതാണ്. നമ്മള് കുറ്റിപ്പുറം പാലം എന്ന കവിതയിൽ എടശ്ശേരി 1952 എൻ്റെ ഒരു ഓർമ്മ ആ കവിത വരുന്നത്. ആ കാലത്ത് അദ്ദേഹം എഴുതുന്നുണ്ട്, കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലയാമൊരഴുക്ക് ചാലായി എന്ന് ചോദിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ സിനിമ വന്ന ഒരു കാലത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പൊ 2020 ആ സിനിമയ്ക്ക് അവാർഡ് കിട്ടുകയും 1952 നിന്ന് 2020 എത്തുമ്പോഴേക്കും ഏറെക്കുറെ ഒരു 10-70 കൊല്ലം കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ അതിൽ അദ്ദേഹം പറഞ്ഞ ഈ യന്ത്രക്കിടാവ് എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ഇന്ന് നമുക്ക് ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. അതിനെയാണ് അങ്ങനെ മനുഷ്യനെ യന്ത്രം കൊണ്ട് പകരം വെക്കാം. മനുഷ്യനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചിപ്പുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാം. നിങ്ങളുടെ DNA മാറ്റാം. അങ്ങനെ ഭരണകൂടത്തിന് അതിന്റെ നിയന്ത്രണം പൂർണ്ണമായി നിങ്ങളുടെ ശരീരത്തിലൂടെ നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാലം വരുമ്പോൾ പിന്നെ ജനാധിപത്യം എന്നതിന് എന്തായിരിക്കും അർത്ഥം? അതിനാണ്. അപ്പൊ അങ്ങനെ ഈ പോസ്റ്റ് ഹ്യൂമൻ എന്ന് വിളിക്കുന്ന ഈ മാനവാനന്തര സമൂഹത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ലോകത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്സ് എത്രയോ കാലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മുതലാളിത്തം എന്നത് മനുഷ്യനെയും മണ്ണിനെയും നിരന്തരം തുരന്നെടുക്കുന്ന ഒന്നാണ് എന്ന് മാർക്സ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുതലാളിത്ത ഉൽപാദനം, ലാഭം 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 എന്ന ഒരൊറ്റ മുദ്രാവാക്യവും ഉയർത്തിക്കൊണ്ട് മുതലാളിത്തം നടത്തിയ തേരോട്ടങ്ങൾ അത് പ്രകൃതിയെ നശിപ്പിച്ചു, അത് മനുഷ്യനെയും നശിപ്പിച്ചു, മനുഷ്യന്റെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കി. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയെ തന്നെ സന്നിഗ്ധതകളുടെയും ഈ പറയുന്ന അനിശ്ചിതത്വങ്ങളുടെയും ഇടയിൽ കൊണ്ട് നിർത്തിയത് വാസ്തവത്തിൽ മുതലാളിത്തമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഏത് ലാബറട്ടറിയിൽ നിന്നാണ് കൊറോണ വൈറസ് പുറത്തു ചാടിയത് നമുക്കറിയില്ല. ചൈനയിൽ നിന്നാണ് എന്ന് അമേരിക്ക പറയുന്നു. അത് അമേരിക്കയുടെ നുണയാണ് എന്ന് ചൈന പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതായാലും മനുഷ്യനിർമ്മിതമായ വൈറസുകളുടെയും മനുഷ്യനിർമ്മിതമായ ആണവായുധങ്ങളുടെയും മനുഷ്യനിർമ്മിതമായ കൃത്രിമ ജീവിതങ്ങളുടെയും യന്ത്രജീവിതങ്ങളുടെയും ഇടയിലേക്കാണ് ഇനി മനുഷ്യന് നടന്നെടുക്കാനുള്ളത്. അങ്ങനെ മനുഷ്യനെന്ന് പറയുന്ന ഒരു ജീവി തന്നെ അസംബന്ധമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതൊരു വലിയ ഈ മുതലാളിത്ത വികസനം സൃഷ്ടിച്ചതൊരു വലിയ ശൂന്യതയാണ്. ആ ശൂന്യതയെ നിറയ്ക്കാൻ ഇന്ത്യയിലുള്ള നമ്മുടെ മനുഷ്യർ, ലോകത്തെ പല മനുഷ്യരും അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ശൂന്യതയെ നിറയ്ക്കാൻ, മുതലാളിത്തം സൃഷ്ടിക്കുന്ന ഞാൻ ഈ പറയുന്ന ആന്ത്രോപോസീൻ യുഗത്തിലെ മനുഷ്യന്റെ അസ്തിത്വപരമായ ശൂന്യതയെ നിറയ്ക്കാൻ അവർ ഈ പാരമ്പര്യങ്ങളിലേക്കും പൂർവകാല മഹിമയിലേക്കും ഒക്കെ തിരിച്ചു പോവുകയും അതാണ് ഞങ്ങളുടെ ഉണ്മ എന്ന് അവർ യഥാർത്ഥത്തിൽ ഒരു മിഥ്യാലോകത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയും ഞാൻ ഹിന്ദുവാണ്, ഞാൻ ജൂതനാണ്, ഞാൻ മുസ്ലിമാണ് എന്നൊക്കെയുള്ള പലതരം സ്വത്വബോധങ്ങളിലേക്ക് പോയിട്ടാണ് അവർ ഈ ആന്ത്രോപോസീൻ യുഗത്തിലെ മനുഷ്യന്റെ ശൂന്യതയെ നിറയ്ക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഇന്നത്തെ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് സൂചിപ്പിച്ചത്. അതുകൊണ്ട് നരേന്ദ്രമോദി ഇത് രണ്ടും യഥാർത്ഥത്തിൽ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് അതാണ് ചെയ്യുന്നത്. ഒരു വഴിയില് അവർ ടെക്നോളജിയുടെ പൂർണ്ണമായിട്ടുള്ള സാധ്യതകളും പ്രയോജനപ്പെടുത്തും. മറ്റൊരു വഴിയിൽ അവർ ഏറ്റവും പ്രാചീനവും പ്രാകൃതവുമായിട്ടുള്ള യുക്തികളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ അവര് ഗണപതി പ്ലാസ്റ്റിക് സർജറിയിലൂടെ ഉണ്ടായ ഒരു രൂപമാണ് എന്ന് അവർ പറയുന്നു. ഇത് അസംബന്ധമാണ് എന്ന് ഒരു 10-20 കൊല്ലം മുമ്പ് ഒരാളിത് പറഞ്ഞാൽ നമ്മൾ ചിരിച്ചു തള്ളുമായിരുന്നു. ഇപ്പൊ അതാണ് വലിയൊരു ശാസ്ത്ര തത്വമായിട്ട് നമ്മളെ ഭരിക്കുന്ന ഒരു ജനനായകൻ തന്നെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോ ഇതൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വളരെ ഒരുതരം വസ്തുനിഷ്ഠഹാസം എന്നാണ്, ഒബ്ജക്റ്റീവ് ഹ്യൂമർ എന്നാണ് പലപ്പോഴും ഇതിനെപ്പറ്റി പറയുന്നത്. ഇത് ട്രോളാൻ കഴിയില്ല. അതാണ് നിങ്ങൾക്ക് സാധാരണ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ട്രോൾ ചെയ്യാൻ പറ്റും. എന്നാൽ ഈ പറഞ്ഞ ഗണപതിയെ പറ്റി പറഞ്ഞ കാര്യത്തെ നിങ്ങൾക്ക് ട്രോളാൻ പറ്റില്ല. ട്രോളാണത്. നമ്മൾ ഇതുവരെ ട്രോളാണെന്ന് കരുതിയതാണ് വലിയ സത്യങ്ങളായിട്ട് പുറത്തു വന്നു. പിന്നെ നിങ്ങൾക്ക് അതിന്റെ മുകളിൽ ഒരു ഹാസ്യം ഉത്പാദിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ചിരി തന്നെ ഈ പറയുന്ന പോലെ ശാസ്ത്രയുക്തിയായി ഈ നമ്മൾ ഇതുവരെ കോമാളിത്തമാണെന്ന് വിചാരിച്ചതൊക്കെ ശാസ്ത്രയുക്തിയായി തീരുന്ന ഒരു കാലം സംജാതമായിരിക്കുന്നു.
അപ്പൊ ഒരു വഴിയിൽ നിങ്ങൾ ടെക്നോളജിയെയും ഈ പറഞ്ഞ ഇപ്പൊ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയം അല്ലെ, NEP ഇവിടെ അധ്യാപക കൂട്ടായ്മയിലൊക്കെ ധാരാളം ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം. ആ NEPയിൽ എപ്പോഴും അവർ പറയുന്നത് ടെക്നോളജി തൊഴിൽ പഠിപ്പിക്കൂ എന്നാണ്. അങ്ങനെ തൊഴിൽ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞ് ടെക്നോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ് NEP വിഭാവനം ചെയ്യുന്നത്. പിന്നെ 5 കൊല്ലത്തെ കോഴ്സിൽ 1 കൊല്ലം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, 2 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ കുട്ടിക്ക് ഡിപ്ലോമ കൊടുക്കുന്നു, 3 കൊല്ലം കഴിഞ്ഞാൽ ഡിഗ്രി കൊടുക്കുന്നു, 4 കൊല്ലം കഴിയുമ്പോൾ റിസർച്ച് ഡിഗ്രി കൊടുക്കുന്നു. അങ്ങനെയാണ്. അങ്ങനെ എപ്പോ വേണമെങ്കിലും ഇറങ്ങി പോവുകയും എപ്പോ വേണമെങ്കിലും കയറി വരികയും ചെയ്യാവുന്ന മട്ടിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൈത്തൊഴിൽ പഠിക്കാനുള്ള ഒരു അഭ്യാസ പ്രകടനമാണ് എന്നാണ് NEP സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരൊന്നും ഇന്ത്യാ ചരിത്രത്തെ പറ്റി 1000 ഒറ്റവാക്ക് പഠിച്ച ഒരു കുട്ടിക്ക് പിന്നെ ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമ്പോൾ അരുത് എന്ന് പറയാനുള്ള കരുത്തുണ്ടാവില്ല. കാരണം 1000 ഒറ്റവാക്ക് ചോദ്യം ഇന്ത്യ ചരിത്രത്തിൽ പഠിച്ച് അയാൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങി പോകുന്ന ആളായിരിക്കും. പക്ഷെ അയാൾക്ക് ഇന്ത്യയെ പറ്റി ഒന്നും അറിഞ്ഞോളൊന്നുമില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിരന്തരമായി വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനാണ് വാസ്തവത്തിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞത്. എന്നാൽ ഇന്ന് ഈ വിദ്യ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കൈത്തൊഴിൽ പഠിച്ച് നിങ്ങൾ ലാബ് ടെക്നീഷ്യൻ ആവാനോ അല്ലെങ്കിൽ ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർ ആവാനോ ഒക്കെ പഠിക്കൂ. അതൊക്കെ തന്നെയാണ് ഇനിയുള്ള കാലം. അതല്ലാതെ നിങ്ങൾ ചരിത്രം പഠിക്കുന്നത് എന്തിന്, സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്നത് എന്തിന്, ഭാഷയും സംസ്കാരവും പഠിക്കുന്നത് എന്തിന് എന്നാണ് NEP വാസ്തവത്തിൽ നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഈ മനുഷ്യർ പക്ഷേ ഈ ടെക്നോളജി ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്തിട്ട് മാത്രം ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റർക്ക് സംസ്കാരം എന്ന് പറയുന്ന ഒന്ന് ആവശ്യമുണ്ട്. അപ്പൊ അവർ സംസ്കാരം അന്വേഷിച്ചു പോകും. അതാണ് ഈ വൃക്ഷം അതിന്റെ വേര് വെള്ളം അന്വേഷിച്ച് ഭൂമിക്കടിയിലൂടെ പോകുന്നത് പോലെ നിങ്ങൾ ടെക്നോളജി പഠിപ്പിച്ചു വിട്ട ഈ കുട്ടികൾ അവര് ജോലി ചെയ്യുമ്പോഴും അവരുടെ വേരുകൾ ഈ പറയുന്ന സംസ്കാരം അന്വേഷിച്ചു പോകും. അങ്ങനെ ആ വേരുകൾ അവരുടെ സംസ്കാരം അന്വേഷിച്ചു പോകുമ്പോൾ ഇന്ന് അവരെത്തിച്ചേരുന്നത് മതങ്ങളിലും അവരുടെ ജാതി മേൽക്കോയ്മയിലും അന്നത്തെ ഭൂതകാലത്തിന്റെ മഹിമകളിലും തറവാട്ട് മഹിമയിലും ഒക്കെയാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഒരു ബദൽ സംസ്കാരത്തെ പറ്റിയുള്ള ആലോചന യഥാർത്ഥത്തിൽ അധ്യാപക പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള സാംസ്കാരിക സംഘങ്ങൾക്ക് ഇന്ന് ഏറ്റെടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ അധ്യാപക പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾക്ക് അനുയോജ്യമായ വിധത്തിൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അധ്യാപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും പുതിയത് നേടിയെടുക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി സംഘടന മാത്രമല്ല. അത് ഒരു കാലത്തും അങ്ങനെ ആയിരുന്നിട്ടില്ല കേരളത്തിൽ. നമുക്കറിയാം, കമ്പളത്ത് ഗോവിന്ദൻ നായരെ പോലുള്ള ആളുകളാണ് ഈ കേരളത്തിലെ വളരെ സാഹസികമായിട്ടുള്ള ദേശീയ സമരത്തിനും അതുപോലെ കർഷകാദി ബഹുജനങ്ങളുടെ സമരത്തിനും ഒക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അന്ന് 21 നമ്മൾ മലയാളത്തിൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മാപ്പിളപ്പാട്ടൊക്കെ നമ്മൾ കേട്ടില്ല. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. ഈ സമരത്തിലൊക്കെ പങ്കെടുത്തതിന്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെട്ട ആളാണ് അദ്ദേഹം. അങ്ങനെ എത്ര ആളുകൾ തൊഴിലിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം. ചെറുകാടിന്റെ മുത്തശ്ശി പോലുള്ള നോവലുകൾ നമുക്കറിയാം. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായും സംസ്കാരം എന്ന് നമ്മൾ പറയുന്ന ഒന്നിലാണ് എക്കാലത്തും അധ്യാപക പ്രസ്ഥാനം ഊന്നിയിട്ടുള്ളത്. ഒരിക്കലും അവർ അധ്യാപകരുടെ മാത്രം താല്പര്യങ്ങൾ, അവരുടെ വേതന സേവന വ്യവസ്ഥകൾക്ക് വേണ്ടി മാത്രം ഒരു കാലത്തും കേരളത്തിൽ നിന്നിട്ടില്ല. അത് കേരളത്തിൽ അധ്യാപക പ്രസ്ഥാനം കേരളത്തിലൊരു നവോത്ഥാന പ്രസ്ഥാനമാണ്. അത് പലപ്പോഴും നിർവഹിച്ചിട്ടുള്ളത് സമൂഹത്തിന്റെ പൊതു താല്പര്യങ്ങളാണ്. ആ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭാഗമായി ആധുനിക കാലത്ത് നമ്മൾ ജീവിക്കുന്ന ഈ സമകാലത്ത് അധ്യാപക പ്രസ്ഥാനത്തിന് ഏറ്റെടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട സാംസ്കാരിക ദൗത്യത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് കേരളത്തിന്റെ ഈ നവോത്ഥാന പാരമ്പര്യത്തെ ജാതിരഹിതവും മതരഹിതവുമായിട്ടുള്ള ഒരു സാമൂഹ്യ നിർമ്മിതിയുടെ ഭാഗമായി വലിയ ഉത്തരവാദിത്വങ്ങളാണ് ഒരുപക്ഷെ അധ്യാപക പ്രസ്ഥാനത്തിന് നിറവേറ്റാനുള്ളത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ അർത്ഥം. അതായത് തീർച്ചയായും ഞാൻ ഈ സൂചിപ്പിച്ച അർത്ഥത്തിൽ ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും ഇന്ത്യ ഭരിക്കുന്ന NDA മുന്നണി എന്ന് പറയുന്ന RSS മുന്നണി, യഥാർത്ഥത്തിൽ അവര് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം അതും പൂർണ്ണമായിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല. എല്ലാം നമുക്കറിയാവുന്നതാണ്. അത് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന കാര്യത്തിലായാലും ശരി, പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയ കാര്യത്തിലായാലും ശരി, അങ്ങനെ നിരന്തരമായി അവർ നടപ്പാക്കിക്കൊള്ളും. മുത്തലാഖ് ബില്ലിന്റെ കാര്യത്തിലായാലും ശരി, ഇനിയിപ്പോ അവര് ഏക സിവിൽ കോഡിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇതിങ്ങനെ നിരന്തരം നമ്മളെ സമൂഹത്തിൽ നിരന്തരം മതം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇപ്പോഴും ഒരു ആന്റി മുസ്ലിം അജണ്ടയുമായി
നമ്മുടെ സമൂഹത്തിലെ ദൈനംദിന ജീവിതത്തിൽ മതം എന്ന് പറയുന്ന ഒരു വിഷയം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക. തൊഴിലില്ലായ്മയെ കുറിച്ചോ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലവർദ്ധനവിനെ കുറിച്ചോ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ പറ്റിയോ നിരക്ഷരതയെ പറ്റിയോ ഒന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ എപ്പോഴും മതം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്കറിയാം, പിന്നെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തിലും ഖുറാനാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നത്. അങ്ങനെ നിരന്തരം ഞാനും നിങ്ങളും ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മതം ചർച്ച ചെയ്യുന്നതിലേക്ക് പോവുകയാണ്. ശബരിമലയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. മതം വീണ്ടും നമ്മുടെ പൊതു വ്യവഹാരത്തിലേക്ക് വരികയാണ്. അങ്ങനെ നിരന്തരം മതം എന്ന് പറയുന്ന ഒരു വിഷയം നമ്മുടെ പൊതു വ്യവഹാരത്തിലേക്ക് വരികയും ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒന്നും നമ്മുടെ ചർച്ചയ്ക്ക് വിഷയമല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് മതപരമായ ധ്രുവീകരണമാണ് ഇപ്പോ ഇന്ത്യ ഭരിക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക രാഷ്ട്രീയം എന്ന് അവരിടപെട്ടുകൊണ്ടിരിക്കുന്നത് സംസ്കാരത്തിലാണ്. അവരുടെ രാഷ്ട്രീയം നമ്മൾ വിചാരിക്കുന്നത് പോലെ സമത്വത്തിലും സാഹോദര്യത്തിലും ഊന്നിയുള്ള രാഷ്ട്രീയമല്ല, വിഭജനത്തിലും വിഭാഗീയതയിലും ഊന്നിയിട്ടുള്ള രാഷ്ട്രീയമാണ് വാസ്തവത്തിൽ ഇന്ത്യ ഭരിക്കുന്ന RSS ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നേരെ തിരിച്ച് സൗഹാർദ്ദത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റേതുമായ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ പുരോഗമനപരമായ സാഹോദര്യത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്കാരത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പൊ ഈ പിന്നെ അംബേദ്കർ ചോദിക്കുന്നുണ്ട്, വർണ്ണാശ്രമ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു ആധുനിക രാഷ്ട്രം പുലരുക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കാരണം ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൽ പറയുന്നത് വിരാട് പുരുഷന്റെ മുഖത്തു നിന്ന് വന്നവർ ബ്രാഹ്മണരും, തോളിൽ നിന്ന് വന്നവർ ക്ഷത്രിയരും, തുടയിൽ നിന്ന് വന്നവർ വൈശ്യരും, പാദത്തിൽ നിന്ന് വന്നവർ പാദജരുമാണ്. ആരും സഹോദരന്മാരല്ല, ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. അതിനു പകരം എല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നുള്ള ഭാവത്തിലേക്ക് വരിക എന്നുള്ളത്. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ തന്റെ പത്രത്തിന്റെ പേര് സഹോദരൻ എന്നിട്ടത്. അങ്ങനെയാണ്. അപ്പൊ ഈ സാഹോദര്യ ഭാവത്തിലൂടെ മനുഷ്യനെ പരസ്പരം ചേർത്ത് നിർത്തുന്നത് അവരുടെ ഭൗതികമായ ജീവിതം തന്നെയാണ്, അല്ലെ? ഇപ്പൊ നമ്മള് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ എന്റെ അധ്യാപക സുഹൃത്തുക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്കൂളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണ കിറ്റിനെ കുറിച്ചാണ്. ഈ ദുരിതകാലത്ത് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും ഏത് മതക്കാരനായാലും ഏത് ജാതിക്കാരനായാലും വിശപ്പുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ വിശപ്പിനെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു നാടാണ് ഇന്ത്യ. എത്രയോ മനുഷ്യർ വിശന്ന് മരിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ. ഉത്തർപ്രദേശ് പോലുള്ള നാട്ടില് 5 വയസ്സുകാരിയായിട്ടുള്ള സോണിയകുമാരി എങ്ങനെയാണ് മരിച്ചുപോയത്? പട്ടിണി കിടന്നാ മരിച്ചുപോയത്. അങ്ങനെ പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന എത്രയോ കുട്ടികളുണ്ട്. ആ രാജ്യത്താണ് നമ്മള് ഈ പുറന്തള്ളപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഫ്ളാറ്റ് ഉണ്ടാക്കുന്നതും പുറന്തള്ളപ്പെട്ട മനുഷ്യർ, തൊഴിലില്ലാത്ത മനുഷ്യർക്ക് അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നതും അതുപോലെ ഈ ആഹാരത്തിന്റെ കിറ്റ് കൊടുക്കുന്നതും. അത് വേറൊരു രാഷ്ട്രീയമാണ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ പൗരത്വത്തിന്റെ രാഷ്ട്രീയമാണ്. അപ്പോ ഒന്ന് പൗരത്വ രാഷ്ട്രീയമാണ്, മറ്റേത് മതരാഷ്ട്രീയമാണ്. അങ്ങനെ ഈ മതരാഷ്ട്രീയവും പൗരത്വ രാഷ്ട്രീയത്തിന്റെ ആധാരം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ വർഗപരമായ വിഭജനം ആണ്. മനുഷ്യർ തമ്മിലുള്ള ഇല്ലായ്മയുള്ളവരും ഇല്ലായ്മ അനുഭവിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ, അവരെ സഹായിക്കുക, അവരുടെ ജാതി മതം പരിഗണനകൾക്കപ്പുറം മനുഷ്യരെ പരിഗണിക്കുക എന്നതാണ് ഇന്ത്യയിൽ ഇന്ന് നമ്മൾ ഒരുപക്ഷെ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്സ്, ഒരു രാഷ്ട്രീയം. ഇങ്ങേ ഭാഗത്ത് മതത്തിന്റെ മുകളിലുള്ള ഒരു രാഷ്ട്രീയമാണ്. ഇപ്പൊ ബീഹാറൊക്കെ വാസ്തവത്തിൽ ഇപ്പോഴും അവിടുത്തെ ശിഥിലീകരണ ശക്തികൾ ഇപ്പോഴും വളരെ പ്രബലമാണെന്നാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ്. അവിടെ പ്രതീക്ഷയുടെ ചില മുന്നേറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും നമ്മൾ പ്രതീക്ഷിച്ച അർത്ഥത്തിൽ ഈ മത രാഷ്ട്രീയത്തെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, വിഭാഗീയതയുടെ രാഷ്ട്രീയത്തെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വിഭാഗീയതയുടേതായിട്ടുള്ള രാഷ്ട്രീയവും സാഹോദര്യത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയവും, ഈ 2 രാഷ്ട്രീയമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ വാസ്തവത്തിൽ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ വിഭാഗീയതയ്ക്കെതിരെയുള്ള ആലോചനകൾ നമ്മുടെ പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കുക, സാഹോദര്യത്തിന്റെ ഈ സമത്വത്തിന്റെ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക, അതിന് നേതൃത്വം നൽകുക, അതാണ് യഥാർത്ഥത്തിൽ അധ്യാപക പ്രസ്ഥാനം നിർവഹിക്കേണ്ട ദൗത്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ അവരതാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളൊക്കെ ഇന്ത്യക്കാരായത് നമ്മളൊക്കെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചതുകൊണ്ടാണ്. കാരണം നമ്മൾ സ്കൂളിൽ ചേർന്ന ദിവസം മുതൽ കേൾക്കുന്ന പ്രതിജ്ഞ ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്നാണ്. നമ്മുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പൊതുവിദ്യാലയങ്ങളിൽ എല്ലാ ജാതികളിലും മതങ്ങളിലും വർഗങ്ങളിലും പെട്ട ആളുകൾ വരികയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും
ഭിന്നലൈംഗികതപ്പെട്ട കുട്ടികളും ഒക്കെ ഒരുമിച്ചിരുന്ന് പഠിക്കുക. അങ്ങനെ ഇന്ത്യയുടെ ഒരു പരിച്ഛേദത്തെയാണ് ഒരു അധ്യാപകൻ അധ്യാപിക രാവിലെ തന്നെ പോയി അഭിസംബോധന ചെയ്യുന്നത്. അവരാണ് നമ്മളെ ഇന്ത്യക്കാരാക്കി മാറ്റിയത്. നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുടെ ആ ഒരുപക്ഷെ അന്നത്തെ ക്ലാസ് റൂമുകൾ വളരെ പരാധീനതകളുള്ള ക്ലാസ് മുറികളായിരുന്നു. പക്ഷെ ആ പരാധീനതകളുള്ള ക്ലാസ് മുറികളിൽ നിന്ന് തന്നെയാണ് ഇന്ത്യ എന്നൊരു വികാരം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഈ പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മതേതര പാരമ്പര്യത്തെ സംരക്ഷിക്കുക എന്ന് തന്നെ അർത്ഥം. സ്കൂളിൽ നിന്ന് നമ്മൾ ശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും കണക്കും മാത്രമല്ല പഠിക്കുന്നത്. സ്കൂളുകളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് വാസ്തവത്തിൽ പൗരത്വവും കൂടിയാണ്. അങ്ങനെ നമ്മളൊക്കെ ഇന്ത്യൻ പൗരസമൂഹത്തിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടത് ഒരു ആധാർ കാർഡിലൂടെയോ ഒരു ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡിലൂടെയോ അല്ല. നമ്മളുടെ സ്കൂളിലെ ആ ഒരുമിച്ചിരുന്ന ബെഞ്ചുകളിൽ നിന്ന്, ആ ഒരുമിച്ച് നമ്മൾ ചൊല്ലിയ പ്രതിജ്ഞയിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്നാണ് വാസ്തവത്തിൽ നമ്മളൊക്കെ ഇന്ത്യക്കാരായത്. അങ്ങനെയാണ് നമ്മൾ എല്ലാ മത വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും സ്നേഹിക്കാൻ പഠിച്ചത്. അതുകൊണ്ട് പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കാൻ വേണ്ടി അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുസമൂഹവും നടത്തിയ ഈ പറയുന്ന ധീരമായ യത്നം കേരളത്തിന്റെ ഈ സാഹോദര്യ മനസ്സിനെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള ഉദ്യമങ്ങളുമായി കേരളത്തിലെ സമൂഹത്തിന്, അധ്യാപക സമൂഹത്തിന്, പൊതുസമൂഹത്തിന് ഇനിയും ഏറെ മുന്നേറാനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുള്ള എല്ലാ കരുത്തും വാസ്തവത്തിൽ ഈ നമ്മുടെ അധ്യാപക പ്രസ്ഥാനത്തിനുണ്ട് എന്നും ഈ മാധ്യമ കേന്ദ്രം പോലുള്ള ഒന്ന് ആരംഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന സാംസ്കാരിക പ്രവർത്തനം കൂടുതൽ ശക്തിയോടുകൂടി കൂടുതൽ മനുഷ്യരിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ യത്നത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അക്ഷര സൗഹൃദ സമഭാവനയുടെ നിശലുകൾ തഴുകും നിളയുടെ ചിരിയാ. ഈ ഹ്രസ്വമായ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തുന്നത് ഷൈജി ടി മാത്യു ആണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിച്ചുകൊള്ളും. പ്രിയമുള്ളവരെ, മലപ്പുറത്തിൻ്റെ അധ്യാപക സമൂഹത്തിൻ്റെ ആകെ പ്രതീക്ഷയായി ഭാവിയിൽ വളരാൻ സാധ്യതയുള്ള യൂട്യൂബ് ചാനൽ ഈട്ടൻ എന്ന പേരിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നന്ദി പറയുക എന്ന ഔപചാരികമായൊരു കടമ മാത്രമാണ് ഇനിയുള്ളത്. ഈ ചാനൽ അധ്യാപകരുടെ ആകെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാഠ്യേതര മേഖലകൾ കരുത്തു പകരാൻ, പൊതുവിദ്യാഭ്യാസ രംഗത്തിന് കരുത്തു പകരാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് മലയാളത്തിൻ്റെ പ്രിയ ചെറുകഥാകൃത്ത് ശ്രീ വൈശാഖൻ മാഷാണ്. വൈശാഖൻ മാഷിന് ഈട്ടന് വേണ്ടി ആദ്യമേ നന്ദി പറയുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് KSTയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫി മാഷാണ്. അതോടൊപ്പം തന്നെ KSTയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ബിനു മാഷ് ഉൾപ്പെടെ മുഴുവൻ അധ്യാപക സുഹൃത്തുക്കൾക്കും, ഈ പ്രോഗ്രാമിൽ മുഖ്യപ്രഭാഷണം നടത്തിയ അനിൽ ചേലാമ്പ്ര സാറിനും, അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന മലപ്പുറം ജില്ലയിലെ, കേരളത്തിലെ അധ്യാപക സമൂഹത്തിനും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അക്ഷര സൗഹൃദ സമഭാവനയുടെ